നിപ്പ വൈറസ് ബാധയുടെ രണ്ടാം ഘട്ടത്തിൽ രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ടു പോകുന്നത്. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 83% പേർക്കും രോഗം സ്ഥിരീകരിക്കാത്തത് പ്രതീക്ഷ നൽകുന്നുവെങ്കിലും ജാഗ്രതയും കരുതലും തുടരുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ രോഗം ചെറുക്കുന്നതിനും പകരാതിരിക്കുന്നതിനും നടത്തിയ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ ബലം കണ്ടെന്നാണ് വിലയിരുത്തൽ. എങ്കിലും വൈറസിന്റെ പ്രജനനകാലം കഴിയുന്നതിനിടയിൽ പുതുതായി ആർക്കും നിപ്പ സ്ഥിരീകരിക്കാതിരുന്നാലേ ആശ്വസിക്കാനാകൂ. 3 പാളികളുള്ള മാസ്ക് ധരിക്കുന്നത് ഒരു പരിധിവരെ രോഗാണുക്കളെ തടയുമെങ്കിലും കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിപരീത ഫലമാകും ഉണ്ടാകുക എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. പൊതുജനങ്ങൾ 3 പാളികളുള്ള മാസ്ക് ഉപയോഗിക്കണമെന്നത് നിർബന്ധമില്ല. വൈറസ് സ്ഥിരീകരിച്ചവരും സംശയിക്കുന്നവരും സാധ്യതയുള്ളവരും അവരുമായി അടുത്തിടപഴകുന്നവരും 3 ലെയറുള്ള സർജിക്കൽ മാസ്ക് ധരിക്കണം. അതുപോലെ ആശുപത്രികളിലെ സെക്യൂരിറ്റി ജീവനക്കാർ 3 ലെയറുള്ള മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. അതേസമയം മാസ്ക് തെറ്റായി ധരിക്കുന്നതും തുടർച്ചയായി 6 മണിക്കൂറിൽ കൂടുതൽ ഇടുന്നതും വീണ്ടും വീണ്ടും എടുത്തണിയുന്നതും അപകടകരമാണ്. മൂക്ക്, വായ, താടി എന്നിവ മറയ്ക്കുന്ന രീതിയിലാണ് മാസ്ക് ധരിക്കേണ്ടത്. മാസ്കിന്റെ ചരടുകൾ കെട്ടുമ്പോഴും ശ്രദ്ധിക്കണം. ചെവിക്ക് മുകളിലും കഴുത്തിന് പിന്നിലേക്കും വരുന്ന രീതിയിലായിരിക്കണം ചരടുകൾ കെട്ടാൻ. ഇരുവശങ്ങളിലും വിടവില്ലാത്ത രീതിയിൽ തൂങ്ങിക്കിടക്കാതെ വേണം ചരട് കെട്ടാൻ. 6 മണിക്കൂർ കൂടുതൽ മാസ്കുകൾ വെക്കാൻ പാടില്ല. കൂടുതൽ നേരം വെച്ചാൽ അവ മാറ്റണം. ഒരിക്കൽ വെച്ച മാസ്ക് വീണ്ടും ഉപയോഗിക്കരുത്. മാസ്ക് ഉപയോഗശേഷം നീക്കുന്നതും ഏറെ ശ്രദ്ധയോടെ ആയിരിക്കണം. രോഗാണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പുറം ഭാഗം തൊടരുത്. കാരണം ഉപയോഗിച്ച മാസ്കിൽ പലപ്പോഴും രോഗാണുക്കൾ ഉണ്ടാകാം. ആശുപത്രികളിലാണെങ്കിൽ മെഡിക്കൽ മാലിന്യം തള്ളാനുള്ള ഇടമുണ്ടാകും. പൊതുജനങ്ങൾ ഇവ കത്തിച്ചു കളയുകയോ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യണം.